അടിപൊളിയായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തമ്മിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരാഴ്ച ആവാനായിട്ടുണ്ട്. അപ്പോൾ ജൂലൈ 12-നായിരുന്നു എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ക്ലാസ്സും എക്സാംസൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇപ്പോഴും എൻ്റെ എക്സാംസ് ഒന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ വീഡിയോ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്താതെ അപ്ലോഡ് ചെയ്യാതെ ഇങ്ങനെ വെച്ചാലും ഈ മാസം അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ വിട്ടിട്ടൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനും. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ കുറച്ചധികം പ്ലാൻസ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ പ്ലാനിങ്ങിൽ ഫസ്റ്റത്തെ കാര്യമാണ് കേക്ക് ബേക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പം ഞാൻ എങ്ങനെ എൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം 4 എഗ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ നല്ലോണം ബീറ്റ് ചെയ്തു. എന്നിട്ട് അതിക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ വേണമെന്ന് എനിക്കറിയില്ല, ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ വേറൊരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിൽ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സാധാ നോർമൽ ഓയിലോ എടുത്തിട്ട് നല്ലോണം തേക്കുക, കുറച്ച് അധികം തേക്കണം. ഇനി ഞാൻ ഈ ബാറ്റർക്ക് ആവശ്യമുള്ള അത്ര പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ ഓയിൽ തേച്ച് വെച്ചിരുന്ന പാത്രത്തേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പം അത് ഒഴിച്ചതിൻ്റെ ശേഷം നമ്മൾ ഈ ഒരു ഇതിന് പിടുത്തം വെച്ചിട്ട് നല്ലോണം ഒന്ന് ടെക് 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 അടിച്ചെടുക്കണം. അപ്പം ഈ ടെക് ടെക് അടിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്കിത് ഈ കാണുന്നുണ്ടാവില്ല, ഞാനിവിടെ വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഓരോ കുയ്യ് ഒരു ഓട്ടോട്ട പോലെ. അപ്പം അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് ഉണ്ടായാൽ നമ്മൾ കേക്ക് ബേക്കായി വരുമ്പം കേക്കിനൊക്കെ ഓട്ടോട്ട പോലെ ഉണ്ടാവും. അപ്പം അത് ശ്രദ്ധിക്കുക. എനിക്ക് 2 പ്രാവശ്യം അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് ഇനി ക്രീം സെറ്റാക്കണം. അപ്പം ഞാൻ ഇതേപോലെ ഒരു ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ക്രീം ഞാൻ ഈ ഒരു ബീറ്റർ കൊണ്ട് അടിച്ചപ്പം എന്താ പറയുക, ഒരു 1 2 3 4 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് എടുത്തിട്ടുണ്ടാവുള്ളൂ. ആ ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഈ കേക്കിനുള്ള ക്രീം അടിച്ചു. 2 മിനിറ്റ് പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നുണ്ടാവില്ല, നല്ലൊരു 5 മിനിറ്റ് ഞാൻ കൂട്ടിക്കോളൂ. ആ ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ കേക്ക് ക്രീം നല്ല അടിപൊളിയായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ന്യൂഡിൽസൊക്കെ കഴിച്ചു ബേക്കായി വരുന്ന ഒരു ടൈമിലൊക്കെ. എന്നിട്ട് ഇനി ഞാൻ രാത്രിയാണ് ബാക്കി പണി ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്പഞ്ചൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ക്രീമൊക്കെ സെറ്റ് ആയതിൻ്റെ ശേഷം ഞാൻ ആദ്യം ക്രീം തേച്ചിട്ട് നമ്മൾ സ്പഞ്ച് ഈ കേക്കിന് ഓട്ടുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ വ്ളോഗിലും ഇതേപോലെ തന്നെ കേക്കിന് ഓട്ടുണ്ടായിരുന്നു. അതന്ന് ഞാൻ വിചാരിച്ചിരുന്നത് പൊടി നമ്മൾ വൈറ്റ് മിക്സ് കൂടി പോയിട്ടാണെന്നാണ്. പക്ഷെ അതല്ല, നമ്മൾ ഇങ്ങനെ ടെക് ടെക് അടിക്കാത്തതുകൊണ്ട് ഉള്ള പ്രശ്നമാണ്. അപ്പം ഇതിന് ഞാൻ കുറച്ച് അടിച്ചുകൊണ്ട് തന്നെ അധികമില്ല, പക്ഷെ അത് ഞാൻ അത്ര അടിക്കാത്തതുകൊണ്ട് തന്നെ അധികം ഉണ്ടായിരുന്നു. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ സ്പഞ്ച് വെച്ചതിൻ്റെ ശേഷം ടേസ്റ്റ് കിട്ടാനും സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സിറപ്പ് ഒഴിക്കണം. ഞാൻ നോർമലി ഷുഗർ സിറപ്പാണ് ഒഴിക്കാറുള്ളത്. ബട്ട് ഇന്ന് ഞാൻ വിചാരിച്ചു എന്തേ വെറൈറ്റി ആക്കാമെന്ന്. അങ്ങനെ ഞാൻ മിൽക്ക് മെയ്ഡും പാലും കൂടി മിക്സായിട്ട് നല്ല തിളപ്പിച്ചതിൻ്റെ ശേഷം അതാണ് ഞാൻ മിക്സാക്കിയാണ്ട് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ക്രീമായിട്ട് നല്ലോണം സെറ്റാക്കിയതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് എന്താ പറയുക ഇങ്ങനെ ചുരണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ ലെയറും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് ലാസ്റ്റത്തെ മുകൾ അവിടെയാണ്. അപ്പോൾ ആ ഒരു ഭാഗം നല്ല ലെവലായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് പൊന്തിച്ചിട്ട് പിന്നെ കുറച്ച് ക്രീം ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് അളവിൽ കേക്ക് സെറ്റായി കിട്ടും. അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി ക്രീം എടുക്കുക. എന്നിട്ട് ഇതേപോലെ നല്ലോണം വൃത്തിയിൽ ഇങ്ങനെ സമയമെടുത്ത് ചെയ്യാം. സോ ഇതേപോലത്തെ നൈഫൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മളെ ദോശ ചുടുന്ന ചട്ടകം ഉണ്ടല്ലോ, അതുകൊണ്ട് ചെയ്യാം. എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ആയിട്ടായിരുന്നു. കാരണം ഈ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു, ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു. അപ്പം എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ വേഗം ഇത് കൊടുക്കുന്നതാണ് നല്ല വൃത്തിയിൽ ചെയ്യാച്ചിട്ട്. സോ അന്ന് യൂസ് ചെയ്തിട്ടുള്ള ആ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ഫിനിഷ് ആക്കാന്നുള്ള കാര്യം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇതില്ലാച്ചിട്ട് ഇങ്ങനെ ഫിനിഷ് ആക്കാനൊന്നും നിൽക്കാതെ നിൽക്കണ്ട. അപ്പം ഇതേപോലെ നല്ലോണം ഫിനിഷ് ആക്കുക. സോ നല്ല കുറച്ചൊക്കെ ക്രം കോട്ട് ചെയ്ത് വന്നാൽ നിങ്ങൾ അതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗ്, അതായത് ബർത്ത്ഡേൻ്റെ അന്ന്, ഈ ബാക്കിയുള്ളതൊക്കെ ചെയ്തത് ബർത്ത്ഡേയുടെ തലേന്നായിരുന്നു. അന്ന് ഞാൻ പിന്നെ മൊത്തത്തിലൊന്ന് ഫിനിഷ് ആക്കുന്നുണ്ട്. കാരണം അത് ഞാൻ ക്രം കോട്ട് ചെയ്താണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നല്ല ഫിനിഷ് ആക്കാനുള്ള ക്രീം തേക്കുമ്പം നമുക്ക് നല്ല വൃത്തിയിൽ അവിടെ നിന്നോളും. അതുകൊണ്ട് തന്നെ ഞാൻ ബർത്ത്ഡേൻ്റെ മോർണിംഗ് ആണ് ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ നല്ല ഫിനിഷ് ആക്കുന്നുണ്ട് ക്രീം. ഈ ക്രീം ഇല്ലാത്ത ഭാഗത്തൊക്കെ വീണ്ടും ക്രീം ആക്കുക. എന്നിട്ട് ഇതേപോലത്തെ നൈഫോ അല്ലെങ്കിൽ ഈ ക്രം കോട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല വൃത്തിയാക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ATM കാർഡ് കൊണ്ടുപോലും പഴയത് അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഫിനിഷ് ആക്കാവുന്നതാണ്. പിന്നെ ഞാൻ റോസറ്റ് നോസിൽ വെച്ചിട്ട് ഇതേപോലെ
വൈറ്റ് ക്രീം വെച്ചിട്ടും കൂടി ചെറിയ റോസ് ഫ്ലവേഴ്സ് വരച്ചെടുക്കുന്നുണ്ട്. സോ ഞാനൊരു പിൻട്രസ്റ്റിൽ ഒരു ഇൻസ്പോ കണ്ടിട്ടുണ്ടായിരുന്നു, അത് റിലേറ്റ് ചെയ്തിട്ട് വരയ്ക്കാനാണ് വിചാരിച്ചത്. സോ ഇതിൽ കുറച്ച് കളർ മിക്സിംഗ് ഒക്കെ ഉണ്ട്, ബട്ട് കളർ എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലൊരു ഗ്രീൻ കളറായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ക്രീമും തികഞ്ഞില്ല. ക്രീം ഉള്ളത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടിപൊളി ആയിക്കണം തോന്നുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല രസമായിട്ട് തോന്നി. അപ്പം ആ റോസറ്റ് നോസിൽ വെച്ചിട്ട് തന്നെ അടിയിലും ഇതേപോലത്തെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ചെറിയ റോസറ്റ് നോസിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അടിയത്തിൻ്റെ മുകളിൽ ഒരു ചെറിയ ഡിസൈനും കൂടി ചെയ്തു. പിന്നെ കുറച്ച് ക്രീം എടുത്തിട്ട് ഇതേപോലെ ഒരു ഗ്രീൻ കളറ് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫുഡ് കളറാണ്, നമ്മൾ എസൻസ് ഉണ്ടല്ലോ അതാണ്, പിസ്താൻ്റെ ഒരു എസൻസ് അതാണ്. പിന്നെ ക്രീം മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കി വന്നപ്പം അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ ആ ഒരു ഫ്ലവർ അത്ര രസമില്ലാതെ നിൽക്കുന്നു. എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല. ഞാനത് ഒഴിവാക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ വേറെ ക്രീമില്ല റോസറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒഴിവാക്കണ്ട വിചാരിച്ചിട്ട് അങ്ങനെ അതേപടി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു. ഇനി നമുക്കൊന്ന് ഷവർ ചെയ്യാം. സോ എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ, അപ്പം ഇതാണ് എൻ്റെ ബർത്ത്ഡേൻ്റെ ഔട്ട്ഫിറ്റ്. അങ്ങനെ ഷവറൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ വിചാരിച്ചു ബർത്ത്ഡേ ഒക്കെ അല്ലേ ഒന്ന് നല്ല നല്ല അടിപൊളി സ്മെല്ലിലൊക്കെ ഇരിക്കാൻ. അതൊക്കെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് തരുന്ന കാര്യങ്ങളാണ്. ഇത് ഞാൻ 2 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതാണ് ഞാൻ ഇങ്ങനെ ഇത്രയും ഇതിൽ കാണിക്കുന്നത്. സോ ഇതേപോലൊരു ബോഡി ലോഷനൊക്കെ നല്ല തേച്ചിട്ട്, സോ ഞാൻ കഴിഞ്ഞ കൊല്ലം എൻ്റെ ഈ ഒരു 15ാമത്തെ വയസ്സിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അതൊക്കെ ഒന്ന് വായിക്കാം. അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്ന ലെറ്റർ വായിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭയങ്കര അടിപൊളിയായിരിക്കും അങ്ങനെയൊക്കെ വായിക്കുമ്പം. നമ്മളെ 14ാമത്തെ വയസ്സ് നമ്മൾ 15ാമത്തെ വയസ്സിനൊക്കെ എഴുതാമെന്ന് പറഞ്ഞത് ഭയങ്കര അടിപൊളിയാണ്. സോ അത് ഞാൻ വായിക്കും. അതിൽ അതേപോലെ തന്നെ എനിക്ക് അച്ചീവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനം തോന്നി. എന്താ പറയുക, സന്തോഷം കൊണ്ട് ഞാൻ കരിഞ്ഞു വരെ പോയി ലെറ്ററും കൂടി വായിച്ചപ്പോൾ. ഞാൻ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിൽ 2 ഒഴിച്ചു ബാക്കിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മൾ ഈ അടുത്ത ബർത്ത്ഡേ ആകുമ്പോഴത്തേക്ക് നമ്മളത് പിടിച്ചെടുക്കും. അപ്പം ലെറ്റർ ഇത്രയും വലിയ ലെറ്ററാണ് ഞാൻ എഴുതിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഇതിലെന്ത് എഴുതിയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പം അത് വായിച്ചപ്പം എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി. എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. കാരണം അത്രയ്ക്ക് ഇമോഷണലായി ഞാൻ അത് വായിച്ചപ്പം. എന്താ പറയാൻ വാക്കുകളില്ല. എന്നൊക്കെ പറയാൻ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ ഞാൻ ഇതുവരെ എനിക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതിയിട്ടില്ല. സോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ജേർണൽ ചെയ്യുന്നത്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലെറ്റർ എഴുതുന്നത്. അതൊക്കെ നോക്കിയപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി പോയിട്ടോ. അപ്പം അതൊക്കെ വായിച്ചതിന് ശേഷം ഞാൻ ആ ലെറ്റർ അവിടെ തന്നെ വെച്ചു. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ താത്ത അതായത് 14ാമത്തെ വയസ്സിൽ എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. സോ അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് സർപ്രൈസ് എന്ന് പറയാം. അതും നോർമലി നമുക്കൊരു ഗിഫ്റ്റ് തന്ന് റാപ്പ് ചെയ്ത് അങ്ങനത്തെ ഒന്നുമല്ല, നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് കാർഡ്സൊക്കെ എഴുതിയിട്ട് അവിടെ ഇവിടെ അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടിപ്പിച്ച് ലാസ്റ്റ് അതിൻ്റെ ഇടയിൽ എനിക്കൊരു ചെറിയ ഡയറി മിൽക്കും ഒരു ഫ്ലവറും അങ്ങനത്തെ കുറച്ചൊരു ചെറിയ സാധനം തരുന്നു. അതൊക്കെ കഴിഞ്ഞ് സിറ്റ് ഔട്ട്ക്ക് പോയപ്പം ഞാൻ അന്തം വിട്ടുപോയി. പോപ്പർ പൊട്ടിക്കുന്നു, ഞാൻ വീകുന്നു, സർപ്രൈസ് തരുന്നു. ഭയങ്കര രസമായിരുന്നു. സോ ഇപ്രാവശ്യം അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. സോ ആ ഒരു ബർത്ത്ഡേനെ ഒന്ന് മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വീഡിയോയിലുള്ള കുറച്ച് 2 ക്ലിപ്സ് മാത്രം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത്ര ദിവസം ചെയ്യണ്ടെന്ന് വെച്ചിരുന്നത് ഈ ബർത്ത്ഡേൻ്റെ അന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചു അതൊരു ചെറിയ രീതിക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ജേർണലാക്കാന്നുള്ളത്. അങ്ങനെ ഇതേപോലെ ആ 2 പ്രിൻറ്റിനെ ഞാൻ 2 വാഷി ടേപ്പ് മുകൾ മാത്രം ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ ഗ്ലൂ ഒന്നും തേച്ചിട്ടില്ല, വാഷി ടേപ്പ് ഒട്ടിച്ചു. സൈഡിൽ ഇതേപോലെ നമ്മൾ ഈ സ്റ്റിക്കർ ബുക്കിൽ നിന്ന് കുറച്ച് സ്റ്റിക്കറും അവിടെ ഇവിടെ ആയിട്ട് കുഞ്ഞു സ്റ്റിക്കേഴ്സ് മാത്രം എടുത്ത് അവിടെ ഇവിടെ ഒട്ടിക്കുന്നുണ്ട്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റിക്കേഴ്സ് ഇല്ലാത്ത ടൈമിൽ നമ്മൾ ഇങ്ങനെ എടുത്തെടുത്ത് ഒട്ടിക്കുമെന്ന് വിചാരിക്കുമായിരുന്നു. ബട്ട് ഇപ്പോൾ സ്റ്റിക്കേഴ്സ് കിട്ടിയപ്പോൾ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കണില്ല. അത് വേണ്ട, അതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കണം, അതാണ് എൻ്റെ ഒരു മൈൻഡ്. അപ്പം ആ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചതിന് ശേഷം കുറച്ച് 2 കോഡ്സ് എഴുതിയിട്ട് പിന്നെ അടിയിൽ ബർത്ത്ഡേൻ്റെ ഡേറ്റ് എഴുതിയിട്ട് അങ്ങനത്തെ ഒരു ജേർണൽ ചെയ്തിട്ട് വേഗം അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് എടുത്തോടത്ത് തന്നെ വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഫുഡൊക്കെ കഴിച്ച് അങ്ങോട്ട് പാഞ്ഞ് നമ്മളൊരു സ്ഥലം വരെ പോകണം. സോ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എങ്ങോട്ടാണ് പോകണമെന്ന്? ഞാൻ തന്നെ പറയാം. എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ ഒന്ന് കോഴിക്കോട് വരെ പോകുകയാണ്. കോഴിക്കോടൊക്കെ എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ ബീച്ച് കാണാൻ, പിന്നെ ഒരു സർപ്രൈസും കൂടി ഉണ്ട്, പരസ്യമുണ്ടും. സോ അത് ഞാൻ ലാസ്റ്റിക്ക് കാണിച്ചു തരാം. അപ്പം നമ്മൾ ബീച്ചിലെത്തി, ബീച്ച് കുറച്ച് നേരം കണ്ട് ആസ്വദിച്ചു.
അങ്ങനെ അവിടെ പോയപ്പോൾ ഒരു വൈറ്റ് കുതിരനെ കണ്ടു. ആ കുതിരനെ കാണാൻ എന്താ രസം എന്നറിയാം അടുത്തുനിന്ന്. അപ്പം അതിനൊക്കെ കണ്ട് നമ്മളൊരു ചൊരണ്ടേസ് തിന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ പിന്നെയും കണ്ടു. പിന്നെ ഒരു കാടമുട്ട മസാല ഇട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടം, കോഴിക്കോട്ടത് കാടമുട്ട മസാല ഇട്ടത്. സോ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യാം. സോ പിന്നെ നമ്മൾ സൺസെറ്റ് കണ്ടു. പിന്നെ അവിടുന്ന് ഞങ്ങൾ മസാല സ്വീറ്റ് കോണും പിന്നെ ബട്ടർ സ്വീറ്റ് കോണും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ വേറെയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു 2 ബുക്കുകൾ വാങ്ങി. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, മെയിനായിട്ടുള്ള കാര്യം, സൈലബാൻ തിന്നാൻ വന്നതാണ്. സോ സൈലബാൻ ട്രെൻഡായിട്ട് കുറേ ആയി, ബട്ട് നമ്മളിപ്പോൾ വരുന്നുള്ളൂ. അപ്പോൾ എന്താ പറയുക, നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. എൻ്റെ ഫേവറേറ്റാണ് ഈ അൺബോക്സ് ചെയ്യുന്നത്. സോ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ 100 നാക്കുകളുണ്ടാവും. കാരണം അത്രക്കും ടേസ്റ്റ്, ഭയങ്കര എന്താ പറയുക, അതിനെന്തോ ഒരു പേര് പറയും, എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഈ കാണുന്ന ലോട്ടസ്, പിന്നെ ചീസ് ബോംബ്, പിന്നെ മാംഗോൻ്റെ എന്തോ ഒന്നും കൂടി. മാംഗോൻ്റെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ലോട്ടസും ചീസ് ബോംബും പിന്നെ മറ്റേ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ഇത് ഭയങ്കര ഇഷ്ടമായി. സോ ഈ കാണുന്നൊന്നും മൈൻഡ് ആക്കണ്ടാവും, എല്ലാവരും കൂടിയാണല്ലോ പോയത്, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ രാത്രി വീട്ടിലോട്ട് പോന്നു. സോ നെക്സ്റ്റ് ഡേ സ്കൂളിൽ പോയപ്പം ഇതാണ് അവസ്ഥ. ഒരാൾ സംസാരിക്കേണ്ട ഇടയിൽ നിന്ന് പെട്ടെന്നൊരു ഈ കാണുന്ന സാധനം എടുത്തു തന്നു. ഞാനും അന്തം വിട്ടു. ഇവളാണ് കേട്ടോ എൻ്റെ കൂടെ ബെഞ്ചിലൊക്കെ ഇരിക്കുന്നത്. ഇവൾ എനിക്ക് രാവിലെ ബർത്ത്ഡേ വിഷസൊക്കെ തന്നു. സോ താങ്ക് യു സോ മച്ച്. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് ഇതിലുള്ള ലെറ്ററൊന്നും ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല. അത് ഞാൻ എന്നോട് ഇവിടുന്ന് അൺബോക്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് നിങ്ങളോടൊപ്പം കാണിച്ചു തരാം. സോ അത് ഇതേപോലത്തെ ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു സെൻറ്റൻസ് ആയിട്ടുള്ള ഇത് തന്നു. ആൻഡ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്ത് രസമുള്ള കാർഡല്ലേ. അതോൾ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇതേപോലൊരു ഡയറി മിൽക്ക് തന്നു. പിന്നെ ഞങ്ങൾ 2 ആളും കൂടിയുള്ള ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് 2 ആളാണെന്നുള്ള ഒരു അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 പിക്ചർ വരച്ചു. സോ മെയിൻ ഐറ്റം എന്താ പറയുക, ലെറ്റർ, ബർത്ത്ഡേ ലെറ്റർ. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് എങ്ങനെയാണുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആൾ. അപ്പോൾ അൺബോക്സ് ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത് കണ്ടാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയപ്പോഴത്തെ ഒരു ഭയങ്കര രസമായിട്ടുണ്ട്. ഈ കാർഡുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയുക, എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായത് ഈ കാർഡും ലെറ്റർ കാർഡും പിന്നെ മറ്റേ നമ്മളൊരു ബിയറിൻ്റെ കാർഡ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടില്ലേ. എനിക്ക് നല്ല ഭംഗിയായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇനി എൻ്റെ ഗ്യാങ്, അതായത് സ്കൂളിൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ ഗ്യാങ്ങിൽ ഉള്ള ആൾക്കാരെല്ലാവരും കൂടി തന്നിട്ടുള്ള ഗിഫ്റ്റാണ് നെക്സ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ ഇതാണൊരു ചെറിയ ഹാമ്പറായിട്ടാണ് അവൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നുമല്ല ട്വിസ്റ്റ്, നമ്മളന്ന് കോഴിക്കോട് പോയെന്ന് എനിക്ക് വീഡിയോ കോൾ ചെയ്യണേ, എനിക്ക് സർപ്രൈസായിട്ട് വന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞാനത് വിട്ടു, എൻ്റെ വീട്ടിലാണ്, ഞാനവിടെ ഇല്ല, ഇവരവിടെയും. അങ്ങനെ സ്കൂളിൽ പോയതിൻ്റെ ശേഷം എന്നോട് സർപ്രൈസ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, വെറുതെ വന്നതാണെന്നൊക്കെ പറഞ്ഞ് കണ്ട് സ്കൂളിൽ പോയതിൻ്റെ ശേഷം ഇത് തന്ന് എനിക്കിഷ്ടപ്പെട്ട മിഠായി കയ്യിൽ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് ഈ മൃഗത്തിൻ്റെ മുകളിലുള്ള ഈ മിഠായി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ആ വെള്ള കുരുകുരു മിഠായി ഇതൊക്കെ ഭയങ്കര മധുരമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതേപോലത്തെ നല്ല രസം, നമുക്ക് പ്രിൻ്റൊക്കെ എടുത്തിട്ട് ഇലസ്ട്രേഷൻസൊക്കെ പ്രിൻ്റ് എടുത്തിട്ട് എന്താ പറയുക, കട്ട് ചെയ്ത് കാണാൻ വെക്കാൻ പറ്റുന്ന ഒരു വിൻറ്റേജ് ടൈപ്പിലുള്ളൊരു മിനി സ്റ്റോറേജ് ബോക്സ്. ഞാൻ അങ്ങനെ പ്രിൻ്റ് എടുക്കും, എനിക്ക് കുറച്ചധികം പ്രിൻ്റ് എടുക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എവിടെ വെക്കാം, നല്ലൊരു ബോക്സ് വേണമെന്നൊക്കെ വിചാരിച്ചു. സോ അത് കണ്ടറിഞ്ഞ് തന്നു. പിന്നെ ഇതേപോലെയുള്ള ഒരു മിനി നോട്ട്ബുക്ക്, അതായത് നമുക്കൊരു ജേണലൊക്കെ ചെയ്യാൻ പറ്റാം, ടു ഡു ലിസ്റ്റ് ചെയ്യാം, എഴുതി വെക്കാം, അങ്ങനത്തെ ഒക്കെ ഒരു ചെറിയ മിനി സൈസിലുള്ള നോട്ട്ബുക്ക്. സോ ഇതേപോലത്തെ ഒന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. അപ്പം ആദ്യം നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ പേജസൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് അറിയണം. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ, പേജസ് ആയാലും നല്ല രസമുണ്ട്. എൻ്റെ ആദ്യത്തിനെക്കാട്ടി നല്ല രസമുള്ള പേജസാണ്. ആ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഇതാണ് കേട്ടോ. ഇതിൽ ഞാൻ ജേർണലിംഗ് ചെയ്തു വരുന്നത്. അതൊക്കെ പേജസൊക്കെ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് എനിക്ക് അതിനെക്കാട്ടി ഇഷ്ടപ്പെട്ട ഇതാണ്. ഇതിൻ്റെ കവർ പേജ് ആയാലും നല്ല രസമുണ്ട്. അപ്പം അതിൻ്റെ കവർ പേജ് എന്തോ വാലൻറ്റൈൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. വേറൊരാളെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. സോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അതെനിക്കിഷ്ടമാണ്, ഇതും എനിക്കിഷ്ടമാണ്. സോ പിന്നെ എനിക്ക് തന്നതാണ് ഈ കാണുന്ന റിങ്.
എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ചെറുതായിട്ട് ലൂസ് ഉണ്ടായിരുന്നു, അതിന് ഞാൻ ജസ്റ്റ് അന്ന് അമർത്തി കൊടുത്തപ്പം പാകത്തിലായി. സോ നല്ല ഭംഗിയുള്ള ഈ ഒരു റിങ് എൻ്റെ മറ്റേ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കണം. അന്ന് നമ്മൾ ഇതിൽ വേറെ മോഡൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതേപോലത്തെ വേറൊരു മോഡൽ എനിക്ക് വാങ്ങി തന്നു. സോ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇതിലെല്ലാത്തിലും കൂടി ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണിത്. സോ എൻ്റെ വിഷ് ലിസ്റ്റാണ്. ഞാൻ ഒരുപാട് കടകളിലൊക്കെ പോയിട്ട് കണ്ടിട്ടുണ്ട്, വില കാരണം ഞാൻ വാങ്ങാതെ പോകുന്നതാണ്. എന്താ പറയുക, അത്രയും പൂതി വെച്ചിട്ടുണ്ടായിരുന്ന സാധനമാണ്. സോ അതാണ് അവരെനിക്ക് വാങ്ങി തന്നിട്ടുള്ളത്. ഞാൻ ഓരോട് പറഞ്ഞിട്ടൊന്നും എനിക്ക് ഇത് വേണം ഇങ്ങനത്തെ വേണം എന്നുള്ളതൊന്നും, ബട്ട് ഒരു കണ്ടറിഞ്ഞ് വാങ്ങി തന്നു. അതല്ലേ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. സോ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. നല്ല മിനി സൈസിലുള്ള ഒരു മിനി ക്ലോക്ക്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റ്. അപ്പം ഇതൊക്കെ തന്നവർക്ക് താങ്ക് യു സോ മച്ച്. സോ പിന്നെ നമ്മൾ നൈറ്റ് കേക്ക് മുറിക്കുകയാണ്. സോ ബാക്ക്ഗ്രൗണ്ടൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട, എല്ലാവരും കൂടി ആയപ്പം ഇങ്ങനെ മുറിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്ന ആളിങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ട്, അതാണ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ സിറപ്പൊക്കെ നമ്മൾ വേറെ വെറൈറ്റി ആയിരുന്നല്ലോ, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം കേക്ക് മുറിച്ചതിൻ്റെ ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ അടുത്ത 16-ാം വയസ്സിനുള്ള ഒരു ലെറ്റർ എഴുതാമെന്ന്. സോ അതിനൊരു ജേർണലിങ് കൂടി ചെയ്യണമല്ലോ. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പാറ്റേൺ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ഞാനൊന്നു ഗ്ലൂ തേച്ചിട്ട് അവിടെ സൈഡിലായിട്ട് ഒട്ടിക്കുന്നുണ്ട്. ഇത് ഭയങ്കര ഇൻസ്പിറേഷനെ നോക്കിക്കാണ്ട് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് നമ്മളൊരു മൈൻഡിൽ നമുക്കിങ്ങനെ ആ ഒരു ടൈമിൽ കാണുമ്പം ഇത്ര ഭംഗി ഉണ്ടാവുമല്ലോ, നല്ല ഭംഗി ഉണ്ടാവുമല്ലോ, എന്താ പറയുക, അതിന് എനിക്കിങ്ങനെ വിവരണം ചെയ്യേണ്ടിയെന്ന് അറിയില്ല, അതാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ നമ്മളൊരു മൈൻഡിനനുസരിച്ച് എങ്ങനെ ചെയ്താലാണ് രസം, നമ്മളൊരു രീതിക്കനുസരിച്ച് ചെയ്യണം. എവിടെയെങ്കിലും നോക്കി ഇൻസ്പിറേഷൻ നോക്കിക്കാണ്ടൊക്കെ ചെയ്യുന്നതിൽ ഒരു രസമില്ല. എൻ്റെ പർപ്പിൾ കളറിലുള്ളത് ഞാൻ അന്ന് അത്ര വലിയ പ്ലാനൊന്നും ഇല്ലാതെ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് ചെയ്ത്, ബട്ട് അത് ചെയ്ത് തന്നപ്പോൾ എന്തൊരു രസം. അതേപോലെ തന്നെയാണ് ഈ ഒരു ജേണൽ ഞാൻ ചെയ്തിട്ടുള്ളത്. കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഒട്ടിക്കുക, ബുക്കിൽ നിന്നുള്ള പേപ്പേഴ്സും നമ്മൾ ചെയ്തിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സും പിന്നെ കയ്യിലുള്ള സ്റ്റിക്കേഴ്സും ഒക്കെ ഒട്ടിച്ചിട്ട് കംപ്ലീറ്റ് ആക്കുന്ന ഒരു ജേണൽ, അത്രേ ഉള്ളൂ. ബർത്ത്ഡേ ആവാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിക്കേഴ്സ് വരെയൊക്കെ യൂസ് ചെയ്യാതെ എടുത്ത് വെച്ചൊക്കെയായിരുന്നു. ഇതൊക്കെ ബർത്ത്ഡേനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സ് അല്ലേ, അപ്പം അന്ന് ഒട്ടിച്ചാൽ പോരെ, എന്തിനപ്പം തന്നെ ഒട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ സ്റ്റിക്കേഴ്സും ഈ സന്ദർഭത്തിൽ ഞാൻ ഒട്ടിച്ച് തീർക്കുന്നുണ്ട്. സോ നമ്മൾ ഒട്ടിച്ചിട്ട് ആ ഗ്ലിറ്റ് പേപ്പറിൽ ഞാൻ ജൂലൈ 12 എഴുതി കണ്ട് ഏത് ഡേ ആണെന്നുള്ളതും കൂടി എഴുതി, സൺഡേ ആയിരുന്നു. സോ ഇനി വരുന്ന ബർത്ത്ഡേ, അതായത് 16-ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ മൺഡേ ആയിരിക്കും, തിങ്കളാഴ്ച ആയിരിക്കും. ഈ കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേ 14-ാമത്തെ വയസ്സിലത്തെ ബർത്ത്ഡേ ശനിയാഴ്ച ആയിരുന്നു. ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ സൺഡേ ആയിരുന്നു. ഇനി അടുത്തത് മൺഡേ ആയിരിക്കും. സാറ്റർഡേ സൺഡേ മൺഡേ. അപ്പം ഇങ്ങനെയാണ് ഇനി പോണത്. അപ്പം അതൊക്കെ പോട്ടെ, ഇനി നമുക്ക് ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവലപ്പ് സെറ്റാക്കാം. നിങ്ങൾ നോർമലി എൻവലപ്പ് ഉണ്ടാക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടക്കി കണ്ട് എൻവലപ്പ് ഉണ്ടാക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ബർത്ത്ഡേക്ക് അങ്ങനെയായിരുന്നു എൻവലപ്പ് ഉണ്ടാക്കിയത്. പിന്നെ അങ്ങനെ ആലോചിച്ചു എത്ര പണിയുണ്ട് അതൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു പേപ്പർ എടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സൈസിൽ അത് മടക്കിയിട്ട് 2 സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു കേവായി കണ്ട് നമ്മളെ ഇതിൻ്റെ പോലെ എൻവലപ്പ് പോലെ മുകളിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു എസ്തെറ്റിക് എന്താ പറയുക, ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക, സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കണ്ട്. അങ്ങനെ ഇങ്ങനെ തീമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഒരു തീമിൽ അങ്ങോട്ട് അങ്ങനെ ഇങ്ങനെ കണ്ടൊട്ടിക്കുക. കൈക്കൽ സ്റ്റിക്കർ ബുക്ക് ഉണ്ടായാലും നമുക്ക് പിന്നെ കൺഫ്യൂഷൻ ഇല്ല, അവിടെ നിന്ന് എടുക്കുക അതെടുക്കുക അവിടെ ഒട്ടിക്കുക, അങ്ങനെ തന്നെ അതൊരിതുള്ളൂ. ഈ ഒരു തീം ഞാനിങ്ങനെ ചെയ്ത് തുടങ്ങിയത് ഒരു എന്താ പറയുക, ഒരു സ്കൈ ബ്ലൂ, ഒരു പേസ്റ്റൽ ബ്ലൂ കളറിലായിരുന്നു. ബട്ട് ചെയ്ത് വന്നപ്പം അത് പിങ്കും എല്ലാം കൂടെയുമായിട്ട് കുത്തിമറിയുന്നൊരവസ്ഥയായി. സോ എൻവലപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി മെയിനായിട്ട് വേണ്ടത് നമ്മുടെ 60 കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലെറ്റർ, ഫ്യൂച്ചർ ആൻഡ് ബർത്ത്ഡേ ലെറ്റർ എന്നൊക്കെ പറയാം. അപ്പം ആൾക്ക് ഒരു ബർത്ത്ഡേ വിഷസൊക്കെ എഴുതിക്കാണ്ട് നമ്മൾ കുറച്ചധികം പറയാനുള്ള കാര്യങ്ങളും ചെയ്തോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നിങ്ങൾ ലെറ്റർ എഴുതാം. ഇപ്പോൾ ചിലർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ ലെറ്റർ എഴുതാം. സോ ഒരു മിനിറ്റ് നിങ്ങൾ ചിന്തിച്ചൊക്കെ നമുക്ക് വേണ്ടിയിട്ട് എഴുതാൻ എത്രമാത്രം ഉണ്ട്.
സോ ഇത്തിരി കാര്യങ്ങളാണ് നമ്മളെ ലൈഫിൽ നടക്കുന്നതല്ല, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതിനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ബർത്ത്ഡേ ആകുമ്പോഴത്തേന് ഇന്നൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തോ, എന്തൊക്കെയാണ് പാട്, നിങ്ങൾ ആദ്യത്തിനെക്കാളും മെച്ചാണോ, അങ്ങനെയൊക്കെ ചോദിച്ചു കണ്ട് ഇങ്ങനെ നമ്മൾ വേറെ ഒരാളോട് നമ്മളിങ്ങനെ ലെറ്റർ എഴുതുമ്പോൾ ചോദിക്കൂലേ, അതേപോലെ തന്നെ നമ്മളൊരു വയസ്സ് കൂടുമ്പം നമ്മളൊരു വേറെ ആളായി, ആ ഒരു മൈൻഡിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതാം. സോ അങ്ങനെയൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും മോഡലിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അറിയുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. സോ ഈ ഒരു ബർത്ത്ഡേ ലെറ്ററിൽ ഞാൻ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോഴല്ലേ കാണാനും നമുക്ക് വായിക്കാനും ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ചെയ്തിട്ട് ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ എൻവലപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ എൻവലപ്പിൽ ഇട്ട് കൊടുത്തപ്പം ഞാൻ അവിടെ ഒട്ടിച്ച സ്റ്റിക്കർ അതിൻ്റെ അടിയിലായി പോകുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് അവിടുന്ന് മാറ്റിക്കാണ്ട് ഞാൻ ഇവിടെ ഒരു വേറെ എൻവലപ്പ് ക്ലോസ് ചെയ്യുന്ന ഭാഗത്ത് വേറെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അത് ഒട്ടിച്ചും കൂടി വന്നപ്പം ലെറ്റർ കാണാൻ എന്തൊരു എസ്തെറ്റിക്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലത്തെ ചെറിയ ചെറിയ കുഞ്ഞു ജേർണലിങ് ഉണ്ടാവും, അതേപോലത്തെ ഒരു ചെറിയ മിനി വേർഷൻ പോലത്തെ ഒരു എൻവലപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന് നമ്മൾ ഗ്ലൂ തേച്ചിട്ട് അവിടെ ഒട്ടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എൻവലപ്പ് ക്ലോസ് ചെയ്തതൊന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ രണ്ട് സൈഡിലും ഇത്തിരി മാത്രം ഗ്ലൂ തേച്ചിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, പോരാതെക്കാൻ നമ്മൾ അന്ന് തുറന്നാൽ മതിയല്ലോ 60 ബർത്ത്ഡേക്ക്. അപ്പം അതൊക്കെ കഴിഞ്ഞ ശേഷം അടിയിൽ ഐ ഹാവ് ടു അച്ചീവ് എഴുതിക്കാണ്ട് എനിക്ക് ആ ഒരു വയസ്സാകുമ്പോഴത്തേന് എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് ആ ഒരു വർഷം കഴിയുമ്പോഴത്തേനും 1-2 കാര്യങ്ങളൊന്നുമല്ലേ ഉള്ളൂ, എത്രയ്ക്ക് നമ്മൾ ലൈഫ് നമുക്ക് ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റുമോ അത്രയ്ക്ക് നമ്മൾ കാര്യങ്ങൾ എഴുതി കൊടുക്കണം. സോ അതൊക്കെ എഴുതി കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. സോ ഞാനിപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കണേ, എല്ലാത്തിലും ഹാപ്പി ബർത്ത്ഡേ എന്നിപ്പോൾ ഈ ഒരു ഹാൻഡ് റൈറ്റിങ്ങിൽ ഞാൻ എഴുതുന്നു, എല്ലാത്തിലും അങ്ങനെ ആയിപ്പോയി. സോ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ വീണ്ടും സ്റ്റിക്കേഴ്സ് ഇല്ലാതെ നമുക്കൊന്നും നടക്കില്ല. അങ്ങനെ കുറേ സ്റ്റിക്കേഴ്സ് വീണ്ടും നമ്മൾ ഒട്ടിച്ചപ്പം നമ്മുടെ എന്താ പറയുക 16 ബർത്ത്ഡേക്കുള്ള ജേർണൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കാണുന്നൊരു കാര്യമാണ്, ഈ അപ്ലോഡുള്ള ആൾക്കാർ യൂട്യൂബ് ചാനലൊക്കെ കാണാറുണ്ട്, ഇങ്ങനെ കുക്കിംഗ് ബർത്ത്ഡേ പ്രമാണിച്ച് അവർ കേക്ക് മേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതേപോലെ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നത്, ഭയങ്കര സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് അങ്ങനെ നമ്മൾ മലയാളികളും ചെയ്തു വരുന്നുണ്ട്. സോ അങ്ങനെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് പൂതിയായി, അങ്ങനെയൊക്കെ ചെയ്താൽ ഭയങ്കര രസമായിരിക്കില്ലേ, ആ ഒരു റെസിപ്പി നമ്മൾ മറന്നു പോകാതെ തന്നെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതേപോലെ നമ്മുടെ ഒരു ഇഷ്ടത്തെ നമ്മളൊരു രീതിക്കനുസരിച്ച് നമ്മൾ ജേർണൽ ചെയ്യാം. സോ ഇത് ഞാൻ ഇൻസ്പിറേഷനൊന്നും നോക്കിയിട്ടില്ല, എൻ്റെ ഒരു ഐഡിയക്ക് ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചെയ്തു. സോ ഇതിൽ ഞാൻ മെയിനായിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് ഇരിക്കാണ്ട് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടിയിട്ടുള്ള 2 സാധനങ്ങൾ ഇതേപോലൊരു മേഘത്തിനുള്ളിലൊക്കെ എന്നൊക്കെ പറയുന്ന പോലെ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, സോ അതെങ്ങനെയാണ് ബേക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ മെയിനായിട്ട് എന്താ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ, സോ കുറച്ച് അധികം സ്റ്റിക്കേഴ്സ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒട്ടിച്ചെടുത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ 50th ബർത്ത്ഡേ ഇവിടെ കഴിഞ്ഞു. ഈ ബർത്ത്ഡേ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള, ഒരുപാട് വിഷസ് കിട്ടിയിട്ടുള്ള, എനിക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. സോ അപ്പം ഇതേപോലത്തെ ഒരു വീഡിയോ വെച്ച് നമുക്ക് ഇനി അടുത്ത കൊല്ലം അടുത്ത ഇയറിൽ കാണാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.